നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരിനും ഒരു നല്ല പാഠമായിരുന്നു. അദ്ദേഹം ഗവർണറായിരിക്കുമ്പോൾ ഏറ്റുമുട്ടലിൻ്റെയും സംഘർഷത്തിൻ്റെയും പാതയാണ് പിണറായി സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ പുതിയ ഗവർണർ വന്നു, രാജേന്ദ്ര അർലേക്കർ. അദ്ദേഹത്തോട് മറ്റൊരു സമീപനമാണ് നമ്മുടെ പിണറായി വിജയനുള്ളത്. ഒരു സൗഹൃദത്തിൻ്റെ ശൈലി, ഏറ്റുമുട്ടലിൻ്റെ കണ്ണൂർ സ്റ്റൈല് വിടുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടുതൽ സമവായത്തിൻ്റെ ശൈലി സ്വീകരിക്കാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഗവർണറെ വീട്ടിലെത്തി സന്ദർശിക്കുന്നു, സമ്മാനങ്ങൾ സമർപ്പിക്കുന്നു, കുശലം പറയുന്നു, സന്തോഷം പറയുന്നു. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ചില നിയമ ഭേദഗതികൾ ആലോചിക്കുമ്പോൾ പോലും ഗവർണറുടെ താല്പര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സംരക്ഷിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്നപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ഭീഷണിപ്പെടുത്തി വിരട്ടി ഒതുക്കാമെന്നാണ് വിചാരിച്ചത്. പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ, അപ്പോൾ കളി നടക്കും എന്ന് വിചാരിച്ചു. ആദ്യം എന്താ ചെയ്തത്? നിയമനിർമ്മാണം. നമ്മുടെ സർവകലാശാലകളിൽ 14 എണ്ണം ഉണ്ട്. അതിൽ നിയമ സർവകലാശാല ഒഴികെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഗവർണറാണ് ചാൻസലർ. അപ്പോൾ ആ നിയമം അങ്ങ് മാറ്റാം എന്നാണ് പിണറായി വിജയൻ വിചാരിച്ചത്. ആ വഴിക്ക് നീങ്ങുകയും ചെയ്തു. അതായത് ചാൻസലറായി ഗവർണറെ നിയമിക്കണമെന്നില്ല, സർക്കാരിന് ഇഷ്ടമുള്ള ആളുകളെ ആ പദവിയിൽ കൊണ്ടുവരാം. വേണമെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ പോലും ആ പദവിയിൽ വയ്ക്കാം. ആ ഒരു നിയമ ഭേദഗതി അവതരിപ്പിച്ച് പാസാക്കി. കൂടെ മറ്റൊരു വ്യവസ്ഥ കൂടെ ഉണ്ടായിരുന്നു. അതായത് പുതിയ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്ന സെർച്ച് കമ്മിറ്റി. അതിൽ സാധാരണഗതിയിൽ ഗവർണറുടെ ഒരു പ്രതിനിധി, UGCയുടെ ഒരാൾ, അതുപോലെ സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു പ്രതിനിധി. അതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഘടന. അതങ്ങ് മാറ്റി ഒരു നിയമ ഭേദഗതിയിലൂടെ അത് 5 അംഗ കമ്മിറ്റിയാക്കി മാറ്റി. ഗവർണറെ ഒരു പ്രതിനിധി, UGCക്ക് 1, ബാക്കി 3 പ്രതിനിധികളെ സർക്കാർ നിയോഗിക്കും. അത് മാത്രമല്ല, ഈ കമ്മിറ്റി ഭൂരിപക്ഷ പ്രകാരം നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്ന് മാത്രമേ ഗവർണർക്ക് ഒരു വൈസ് ചാൻസലറെ നിയമിക്കാൻ സാധിക്കൂ. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഭൂരിപക്ഷം സർക്കാരിനാ അല്ലെങ്കിൽ പാർട്ടിക്കാ. അപ്പം പാർട്ടി പറയുന്ന ആളിനെ ഓരോ സർവകലാശാലകളിലും നിയമിക്കാൻ പറ്റുന്ന തരത്തിൽ ഗവർണറുടെ ഇടപെടലുകൾ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാകത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. സംഗതി ക്ലീനായി എന്നാണ് വിചാരിച്ചത്. ഇതോടെ നമ്മുടെ ഗവർണറുടെ ചിറകരിഞ്ഞു എന്ന് ചെണ്ട കൂട്ടി നടന്നു. പക്ഷെ ഗവർണർ എന്ത് ചെയ്തു? ഇതിന് ഗവർണറുടെ അനുവാദം വേണമല്ലോ. നിയമസഭ ഈ ബില്ല് പാസ്സാക്കിയത് കൊണ്ട് നിയമമാകത്തില്ല. അതിന് ഗവർണർ അംഗീകാരം നൽകണം, അനുമതി നൽകണം. അദ്ദേഹം എന്ത് ചെയ്തു? ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ആ ബില്ലെടുത്ത് രാജ്ഭവനിലെ കൊട്ടയിലേക്ക് ഇട്ടു. പിന്നീട് ഗവർണറുടെ നടപടികളെ കോടതികളിൽ വെല്ലുവിളിച്ചു, ഹൈക്കോടതി അടക്കമുള്ള കോടതികളിൽ. അതിനുശേഷം ചെയ്തത് എന്താ? SFIക്കാരെ രംഗത്തിറക്കി. അവരെ അങ്ങോട്ട് കയറൂരി വിടുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ SFI എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു ഗുണ്ടാപ്പട പോലെയായി മാറിയിരിക്കുകയാണ്. അവര് തിരുവനന്തപുരത്തും നിലമേലും കോഴിക്കോടുമൊക്കെ ഗവർണറെ നേർക്കുനേർ വെല്ലുവിളിച്ചു. ഏറ്റുമുട്ടലിന്റെ, വേണമെങ്കിൽ കയ്യാങ്കളിയുടെ അല്ലെങ്കിൽ കയ്യേറ്റത്തിന്റെ ലെവലിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. ഗവർണർ വിട്ടുകൊടുത്തില്ല. തെരുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം SFIയെ നേരിട്ടു. ഒടുവിൽ എന്തായി? കളിച്ച് ഇരുമ്പിൽ കടിച്ചതുപോലെയായി, പല്ല് ഒടിഞ്ഞത് മിച്ചം. അങ്ങനെ സംഗതികളെല്ലാം കുഴഞ്ഞു കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കാലാവധി തീർന്ന് കുറേ മാസങ്ങൾ കൂടി ഗവർണറായി ഇവിടെ ഇരുന്നതിന് ശേഷം പുതിയ ഗവർണർ വരുന്നത്. ഗോവക്കാരനാണ്, രാജേന്ദ്ര അർലേക്കർ. അവിടെ മന്ത്രിയായിരുന്ന ആളാണ്, പിന്നീട് ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്ന ദിവസം തന്നെ നമ്മൾ ഈ CPM സ്റ്റൈലിൽ ഒരു കളിയൊന്ന് കളിച്ചു നോക്കി, പറ്റുമെങ്കിൽ പറ്റട്ടെ എന്നൊരു വിചാരത്തിൽ. ഗവർണറുടെ സ്പെഷ്യൽ സെക്യൂരിറ്റിയിൽ ഉണ്ടായിരുന്ന 4 കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രായ്ക്ക് രാമാനം അങ്ങ് മാറ്റി. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാ. അവർ ഈ ചെറിയ പുള്ളികളൊന്നുമല്ല. ഈ ഗവർണറെ നിലമേൽ വെച്ച് SFIക്കാർ തടഞ്ഞല്ലോ. അന്ന് ആ സംഘർഷാവസ്ഥ ഉണ്ടായപ്പോൾ SFIക്കാർ ഓടിച്ചിട്ട് പിടിച്ച 4 പുലികളാ ഈ 4 പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അവരെ അവിടെ വെച്ചേക്കണ്ട എന്ന് പിണറായി വിജയനാണോ P ശശിയാണോ ആരോ തീരുമാനിച്ചു. അവരെ മാറ്റുകയും ചെയ്തു. ഇത് പുതിയ ഗവർണർ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കി. ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമല്ലോ. ആ നിമിഷത്തിൽ ക്രമസമാധാനത്തിന്റെ ചുമതലയുടെ ADGPയെ രാജ്ഭവനിലേക്ക് ഗവർണർ വിളിച്ചു വരുത്തി. ആ സ്ഥലം മാറ്റം റദ്ദാക്കി ആ 4 പേർക്ക് പഴയതുപോലെ ഗവർണറുടെ സ്റ്റാഫിൽ നിയമനം കൊടുക്കാൻ പറഞ്ഞു. ആ ഒരു ഒറ്റ ടെസ്റ്റ് ഡോസിലൂടെ പുതിയ ഗവർണർ ആരാണെന്ന്
പിണറായിക്കും കൂട്ടർക്കും മനസ്സിലായി. ആരിഫ് മുഹമ്മദ് ഖാനോട് കളിച്ച കളിയൊന്നും ഇവിടെ ചെലവാകില്ലെന്നും ആ പരിപ്പ് ഇവിടെ വേവില്ലെന്നും വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് മാറ്റി പിടിക്കണമെന്ന് പിണറായിക്ക് തോന്നി. ഇനിയൊരു 1.5 കൊല്ലമുണ്ട്, സമാധാനമായി ഭരിക്കണമല്ലോ. അതിന് ഗവർണറോട് മല്ലടിക്കാൻ പോയിട്ട് ഒരു കാര്യവുമില്ല, അതുകൊണ്ടൊട്ട് പ്രയോജനവുമില്ല. അതുകൊണ്ട് ഒരു സൗഹാർദ്ദ ലൈൻ സ്വീകരിക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഭാര്യാസമേതം ഗവർണറുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചത്, സമ്മാനങ്ങളൊക്കെ ആയിട്ട് പോയത്. അത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്, ഈ കല്യാണം കഴിച്ചതിന് ശേഷം വരന്റെ വീട്ടിലേക്ക് വധുവിന്റെ വീട്ടിൽ നിന്ന് കുറെ സമ്മാനങ്ങളും പലഹാരപ്പൊതികളുമായി ഭാര്യ വീട്ടുകാർ അടുക്കള കാണാൻ വരുന്ന സംഭവമാണ്. എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു സ്നേഹം പറച്ചിലായിരുന്നു. ചായ കുടിക്കുന്നു, കുശലം പറയുന്നു. എല്ലാ ദിവസവും രാജ്ഭവനിലെ ഉദ്യാനത്തിൽ പ്രഭാത സവാരി നടത്തുന്നതിന് ഗവർണർ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ എടുത്തു ദൂരെ എറിയുന്നതിന് നിയമം പാസാക്കിയ സർക്കാരിന്റെ തലവനാണ് ഈ മുഖ്യമന്ത്രി എന്ന് തോന്നിയതേയില്ല. എന്തു ചാൻസലർ, എന്ത് ഗവർണർ, എന്ത് നിയമം എന്ന ഭാവമായിരുന്നു അപ്പോൾ. ഇപ്പോൾ ഓരോ കാര്യത്തിലും ഗവർണറുടെ താല്പര്യവും ആഗ്രഹവും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഓരോ നീക്കവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം സർവകലാശാല നിയമ ഭേദഗതി സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സെനറ്റിന്റെയും സിൻഡിക്കേറ്റിന്റെയും അംഗബലം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. ഇതിനുവേണ്ടി നിർദ്ദേശിച്ചിരുന്ന ഒരു വിദഗ്ധ സമിതി ആ ശുപാർശയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ സെനറ്റിന്റെ അംഗസംഖ്യ കുറയ്ക്കുന്ന കാര്യം വന്നപ്പോൾ അയ്യോ അതേ തൊടണ്ട, അത് വേണ്ട എന്ന ഒരു തീരുമാനമാണ് ഉണ്ടായത്. സിൻഡിക്കേറ്റിന്റെ അംഗബലം കുറച്ചോളൂ, പക്ഷെ സെനറ്റിൽ കയറി പിടിക്കണ്ട. അത് ചിലപ്പോ ഗവർണറെ പ്രകോപിപ്പിച്ചു എന്ന് വരാം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. അത്തരത്തിലൊരു ബില്ല് പാസ്സാക്കിക്കൊണ്ട് എന്നാൽ ഗവർണർ അതിന് അനുമതി നൽകണം എന്നില്ല. കാരണം ഇപ്പോഴത്തെ നിയമത്തിൽ എല്ലാ സർവകലാശാലകളിലെയും സെനറ്റുകളിലേക്ക് 10ലേറെ അംഗങ്ങളെ ഗവർണർക്ക് നാമനിർദ്ദേശം ചെയ്യാം, അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ പുതിയ ഘടന, അതായത് സെനറ്റിന്റെ അംഗസംഖ്യ കുറച്ചുകൊണ്ടുള്ള പുതിയ ഭേദഗതി വരികയാണെങ്കിൽ ഗവർണറുടെ ഈ അവകാശത്തിന് നിയന്ത്രണം ഉണ്ടാവും. പഴയതുപോലെ ആളുകളെ നിയമിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വരില്ല. അത് ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് സെനറ്റിന്റെ അംഗസംഖ്യ കുറയ്ക്കാനുള്ള ശുപാർശ മന്ത്രിസഭ വേണ്ടെന്ന് വെച്ചത്. സെനറ്റിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ഗവർണറുടെ അധികാരം പലപ്പോഴും തർക്കവിഷയവും വിവാദ കാരണവുമായിട്ടുള്ളതാണ്. 1989 ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. അന്ന് രാം ദുലാരി സിൻഹയായിരുന്നു നമ്മുടെ ഗവർണർ, നയനാര് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലമാണ്. അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റ് അതനുസരിച്ച് സെനറ്റിലേക്ക് ഗവർണർ ആളുകളെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. രാം ദുലാരി സിൻഹ ആ കീഴ്വഴക്കം തെറ്റിച്ചു. അവരുടെ താല്പര്യപ്രകാരം സെനറ്റിലേക്കുള്ള നോമിനേഷൻ നടത്തി. അത് നമ്മുടെ നയനാർ സർക്കാരിന് തീരെ പിടിച്ചില്ല. ഇടതുമുന്നണിയുടെ ലൈനിന് വിരുദ്ധമാണല്ലോ ഇതൊക്കെ, അത് ഇഷ്ടപ്പെട്ടില്ല. അതിനെ തുടർന്ന് 1989 ഫെബ്രുവരി 2 നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു സെൻഷർ പ്രമേയം കൊണ്ടുവന്നു, അതായത് ശാസന പ്രമേയം. അത് ഗവർണർ രാം ദുലാരി സിൻഹയ്ക്കെതിരെ ഉള്ളതായിരുന്നു. സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്നല്ലാതെ സെനറ്റിലേക്ക് നോമിനേഷൻ നൽകിയതിന് ഗവർണറെ ശാസിക്കുന്ന പ്രമേയം അന്നത് പാസ്സാക്കുകയും ചെയ്തു. പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ ആ പഴയ കീഴ്വഴക്കം വീണ്ടും ലംഘിച്ചു. സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റൊന്നും അദ്ദേഹം നോക്കിയില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം മിടുക്കന്മാരെന്ന് അദ്ദേഹത്തിന് തോന്നിയ ആളുകളെ സെനറ്റിലേക്ക് നിയമിച്ചു. അത് വലിയ പുകിലും പുക്കാറുമായി. RSSകാരെ, സംഘപരിവാരത്തെ പിൻവാതിലിലൂടെ സർവകലാശാല ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നു, സർവകലാശാലയിലെ കാവ്യവൽക്കരണം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ. SFIയും മറ്റും സമരത്തിനിറങ്ങിയതാണ്. വാസ്തവത്തില് അന്ന് SFI എതിർത്ത, CPM എതിർത്ത ഈ ഒരു വിഷയം, അതായത് ഗവർണർ തന്നിഷ്ടപ്രകാരം സെനറ്റിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന ആരോപണം അല്ലെങ്കിൽ പരാതി, അത് പരിഹരിക്കാനുള്ള ഒന്നാന്തരം ഒരു അവസരമായിരുന്നു ഇത്. ഈ സെനറ്റിലേക്കുള്ള അംഗസംഖ്യ കുറയ്ക്കാനുള്ള അവസരം. പക്ഷേ അത് വേണ്ടെന്ന് വയ്ക്കുകയാണ് നമ്മുടെ സർക്കാർ ചെയ്തത്. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? അന്ന് രാം ദുലാരി സിൻഹയ്ക്കെതിരായിട്ട് ശാസന പ്രമേയം പാസ്സാക്കിയ ഇടതുമുന്നണി ഇപ്പോൾ ഗവർണർക്ക് അദ്ദേഹത്തിന്റെ അഭീഷ്ടപ്രകാരം, അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം, അത് RSSകാരാവട്ടെ, സംഘപരിവാറാവട്ടെ, കോൺഗ്രസ് ആവട്ടെ, അല്ലെങ്കിൽ CPM ആവട്ടെ,
അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നതിനുള്ള അവകാശം സംരക്ഷിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ഭേദഗതി നിർദ്ദേശം തള്ളിക്കളഞ്ഞതിലൂടെ, സെനറ്റിന്റെ അംഗസംഖ്യ കുറയ്ക്കണമെന്ന ശുപാർശ നിരാകരിച്ചതിലൂടെ. എങ്ങനെയെങ്കിലും ഗവർണറുടെ പ്രീതി പിടിച്ചുപറ്റി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള തത്രപ്പാടാണ് CPM കാട്ടുന്നത്. CPM അല്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി അധികാരത്തിൽ വരുമ്പോഴൊക്കെ അവര് വളരെ നിർബന്ധപൂർവം ശ്രദ്ധിച്ചിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് യൂണിവേഴ്സിറ്റികളുടെ നിയന്ത്രണം, രണ്ടാമത് സഹകരണ മേഖലയുടെ നിയന്ത്രണം. അത് കൈവിട്ടു പോകാതിരിക്കുന്നതിന് എത്ര കെട്ട കളികളും കളിക്കാൻ CPM തയ്യാറാവും. അതാണ് ചരിത്രം. ഇവിടെ ഇപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ 14 സർവകലാശാലകളിൽ 13 സ്ഥിരം VC-മാരില്ല. അരീഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച താൽക്കാലിക VC-മാരാണ്. അവരെല്ലാം CPM-കാരല്ല. CPM-നോട് അനുഭവമുള്ള 5-6 പേരുണ്ട്, കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്, BJP-യുമായി അടുത്ത് നിൽക്കുന്നവരുണ്ട്. അപ്പോ CPM-ന് അത് പോരാ. അവർ ഭരിക്കുന്ന സമയത്ത് എല്ലാ സർവകലാശാലകളിലും അവരുടെ വൈസ് ചാൻസലർമാർ വേണം. ഇപ്പോൾ കൂനിന്മേൽ കുരു എന്ന പോലെ പുതിയ UGC നിയമവും വരികയാണ്. ആ കരട് നിയമപ്രകാരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിലെ അന്തിമമായ വാക്ക് ഗവർണർമാരുടേതാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഗവർണറോട് ചേർന്ന് നിൽക്കണം, ഗവർണറെ ഇഷ്ടം സമ്പാദിക്കണം. അതാണ് ഇപ്പോൾ പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്ന പുതിയ നയം. എന്തായാലും അരീഫ് മുഹമ്മദ് ഖാൻ ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. എന്നാൽ നമ്മുടെ രാജേന്ദ്ര അർലേക്കർ അതല്ല കേട്ടോ, പക്ക RSS. വളരെ ചെറുപ്പത്തിൽ തന്നെ RSSൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ ആളാ. ഗോവയിൽ BJP-യുടെ മന്ത്രിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഗവർണറായിട്ട്, ബീഹാറിൽ ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗവർണറായിരിക്കുമ്പോൾ ഇരുമ്പിന്മേൽ കടിക്കാൻ പോയാൽ വായ തുറക്കുന്നതിന് മുമ്പ് പല്ല് പറഞ്ഞു പോകും എന്ന കാര്യം ഇപ്പോൾ പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നയംമാറ്റം. മനസ്സിൽ തോന്നിയത് ശക്തമായ ഭാഷയിൽ തുറന്നു പറയുന്ന പ്രകൃതമായിരുന്നുവെങ്കിലും നമ്മുടെ അരീഫ് മുഹമ്മദ് ഖാൻ ഒരു നല്ലവനായിരുന്നു, സ്നേഹമുള്ളവനായിരുന്നു. അദ്ദേഹത്തോടെ ഈ മല്ലിന് പോയില്ലായിരുന്നെങ്കിൽ, ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു നല്ല യാത്രയെപ്പൊക്കെ നൽകാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഓർത്തിട്ട് എന്തു കാര്യം?